ഈ ആണുങ്ങള് ആളുകളുടെ മുമ്പിൽ ഒച്ചയിട്ട് നിലവിളിച്ച് കരയാത്തതിന്റെ രഹസ്യം എന്താണെന്നറിയാം. ചിലപ്പോഴെങ്ങാനും സ്ത്രീകളെക്കാൾ നല്ല ഒച്ചയോടുകൂടെ നല്ല ശബ്ദത്തിൽ കരയാൻ കഴിയുന്ന ഒന്നാം നമ്പറാണ് ആണുങ്ങൾ. പക്ഷെ ആളുകളുടെ മുമ്പിൽ അവരെ കരച്ചിൽ അവർ കാണിക്കുന്നില്ല. തന്നെ വിശ്വസിച്ച് കടന്നു വന്ന ഭാര്യ തന്റെ മക്കളുടെ മുമ്പിൽ ആണുങ്ങളെങ്ങാനും കരഞ്ഞു പോയാൽ ആ കുടുംബം അസ്തമിച്ചു പോകും. ആ കുടുംബം പിന്നെ ശൂന്യതയായി പോകും. അതനുസരിച്ച് മാത്രമാണ് കുടുംബത്തിന്റെ മുമ്പിൽ ആണുങ്ങൾ കരയാതിരിക്കുന്നത്. കാരണം അവർ അധ്വാനിക്കുന്ന അധ്വാനത്തിന്റെ കഷ്ടപ്പാടുകൾക്ക് അവർക്കറിയാം. അതിന്റെ ടെൻഷനുകളും അതിന്റെ വേദനകളും അതിന്റെ യാതനകളെല്ലാം കടിച്ചിറക്കി മനസ്സിൽ അവർ കൊണ്ടു നടക്കുന്നവരാണ് ആണുങ്ങൾ. പക്ഷേ അതിന് പുറത്തിട്ടവർ പറയുന്നില്ല. കാരണം ഒരു കുടുംബത്തെ പോറ്റി വളർത്താൻ വേണ്ടി കഷ്ടപ്പാടുകൾ തന്റെ ആയുസ് മുഴുവനും ഒരു കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളാണ് ഈ ആണുങ്ങൾ എന്ന് പറയുന്ന സാധനം. അവർ കുടുംബത്തിന്റെ മുമ്പിലെങ്ങാനും കരഞ്ഞുപോയാൽ, മക്കളെ മുമ്പിലെങ്ങാനും കരഞ്ഞുപോയാൽ പിന്നെ ആ കുടുംബം തന്നെ തകർന്നു പോകും എന്ന് വിചാരിച്ചു കൊണ്ടാണ് ആണുങ്ങൾ ആളുകളുടെ മുമ്പിലോ കുടുംബത്തിന്റെ മുമ്പിലോ തന്റെ കരച്ചിൽ കണ്ണിൽ നിന്ന് ഉറ്റുന്ന വെള്ളം കാണിക്കാത്തതെന്ന് ഓരോ വീട്ടുകാരും മനസ്സിലാക്കണം. കാരണം ഓരോ ആണിന്റെ മനസ്സിലുണ്ടാകുന്ന ഓരോ ടെൻഷനുകളും വേദനകളും യാതനകളെല്ലാം അവൻ കടിച്ചിറക്കുന്നത് രാത്രി കിടക്കുന്ന ബെഡിലായിരിക്കാം. കാരണം അവൻ രാത്രി കിടക്കുമ്പോൾ ഓരോ ജോലിയുടെ കഷ്ടപ്പാടുകളെ അവൻ മനസ്സിൽ കൊണ്ടുവന്ന് ചിലപ്പോഴൊക്കെ അവന്റെ കണ്ണിൽ നിന്ന് വെള്ളം മുറ്റിപ്പോയ എത്രയോ രാത്രികൾ ഉണ്ടാകും. അവർ കുടുംബത്തിന് ആ രാത്രിയിൽ കടിഞ്ഞുപോയ കണ്ണുനീരിനെ കുടുംബത്തോട് അവർ പറഞ്ഞു നടക്കുന്നില്ല. കാരണം അവർക്കറിയാം, ഞാനൊരു ആണാണ്, ഞാൻ കുടുംബത്തെ പോറ്റി വളർത്താനുള്ളവനാണ്. ഞാനെങ്ങാനും കടത്തത്തിലായാൽ, ഞാനെങ്ങാനും കുടുംബത്തിന്റെ മുമ്പിൽ കരഞ്ഞുപോയാൽ എന്റെ കുടുംബം അസ്തമിച്ചു പോകുമെന്നുള്ളൊരു ശപഥം ചെയ്ത് അവൻ പുറപ്പെട്ടവനാണ് ഈ ആണ് എന്ന് പറയുന്നത്. നട്ടെല്ലുള്ള ഒരു ആണാണെങ്കിൽ ഒരു കുടുംബത്തെ മുമ്പിൽ പോലും അവൻ കരയാനില്ല. കാരണം കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന അധ്വാനത്തിന്റെ കഷ്ടപ്പാടിന്റെ എല്ലാ വേദനകളും യാതനകളും മനസ്സിലാക്കി അവന്റെ കൂടെ കൂടാനുള്ളൊരു നല്ലൊരു ഭാര്യയായി ജീവിക്കാൻ നമ്മളിൽ ആരെങ്കിലും ഒരുത്തൻ തയ്യാറാകണം. കാരണം അങ്ങനെയല്ലെങ്കിൽ ഓരോ പുരുഷന്മാർക്കും ഓരോ ആണുങ്ങൾക്കും വരുന്ന വേദനകൾ അവനെ സഹിക്കാതിരിക്കുമ്പോൾ, അവന് മനസ്സിലാക്കാത്ത ഒരു കുടുംബിനിയായി ജീവിക്കുമ്പോൾ അവന്റെ മനസ്സിലുണ്ടാകുന്ന വേദനകൾ എത്രയാണെന്ന് അവനോട് തന്നെ ചോദിച്ചാൽ അവൻ പറഞ്ഞു തരും. അതുകൊണ്ട് ഓരോ ആണുങ്ങളെയും മനസ്സിലാക്കാനുള്ള കഴിവും തന്റെ ഇടവും ഓരോ കുടുംബിനിക്കും ഉണ്ടാകണമെന്ന് ഞാൻ അറിയിക്കുകയാണ്.